ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഒരു മോർണിംഗ് വ്ലോഗ് ആകാമെന്ന് കരുതി. ഇപ്പോൾ രാവിലെ 5:45 സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായാണ് ഇപ്പോൾ എഴുന്നേൽക്കാറുള്ളത്. എങ്കിലും നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, നന്നായി വെളുത്തിട്ടില്ല. ഇപ്പോൾ ജനലൊക്കെ അങ്ങ് തുറന്നിടാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ചെറിയ തണുപ്പൊക്കെ കയറി വരട്ടെ നോർത്തു. രാത്രിയാണെങ്കിൽ ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുകയാണ്. ഇളക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി അടച്ച് വെക്കാറുണ്ട്. അടച്ച് വെച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ മാവ് ഒന്നുകൂടി പൊങ്ങി വരും. അതിന് ശേഷം അപ്പം ഉണ്ടാകുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. ഇന്ന് രാവിലെ ചോറിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പയറ് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറച്ച് പയറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് കുറച്ചെടുത്ത് വെള്ളമൊഴിച്ചിടുകയാണ്. ഇനി ഇതിലേക്ക് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. സോഡാപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിതെല്ലാം ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ സോഡാപ്പൊടിയാണ് ചേർത്തത്. ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കഴുകാൻ സോഡാപ്പൊടി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കാനായിട്ട് അരി കഴുകിയെടുക്കുകയാണ്. കൊണ്ടുപോകാൻ ആവശ്യമുള്ള അരി മാത്രമേ കഴുകുന്നുള്ളൂ. ഈ വീഡിയോയിൽ മുഴുവൻ ഒരു പൂച്ചയുടെ കരച്ചിൽ കേൾക്കാം. എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൂച്ച വന്നിരുന്ന് കരയുകയാണ്. അങ്ങനെ നമ്മൾ ചോറ് വെക്കാനായിട്ട് അരി സ്റ്റൗവിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൻ്റെ വാഷർ ഞാൻ ഫ്രിഡ്ജിലാണ് ഊരിയതിന് ശേഷം കഴുകിയിട്ട് സൂക്ഷിക്കാറുള്ളത്, പെട്ടെന്ന് ചീത്തയാവാതിരിക്കും. ഇനി ചായ ഇടാനായിട്ട് പാലൊക്കെ എടുക്കുകയാണ്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പാലും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ചാണ് ഞാൻ ചായ ഇടുന്നത്. മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു. ഈയിടെയായിട്ട് കുറച്ച് നാളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പാലും വെള്ളവും ഒക്കെ എടുത്ത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ തോടൊക്കെ കളഞ്ഞിട്ട് അതിനകത്തെ സീഡ്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചായ ഒഴിക്കാനുള്ള പാത്രങ്ങളും കപ്പും ഒക്കെ അങ്ങ് കഴുകിയെടുക്കാം. ദിവസവും രാവിലെ ഇങ്ങനെ ഒന്ന് കഴുകിയില്ലെങ്കിൽ ഒരു തൃപ്തി വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ കഴുകുന്നത്. വൈകിട്ട് കഴുകി വെക്കുന്നത് തന്നെയാണ്. ഇനി ഓരോരോ പണികൾ ചെയ്യാം. രാവിലെ നല്ല തിരക്കായിരിക്കും. സാധാരണ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സെയിം തിരക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയായിരിക്കും. നമ്മുടെ ചോറിൽ ആവി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിൻ്റെ വിസിൽ അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അപ്പത്തിനൊന്നും വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നും മുട്ടക്കറിയും കടലക്കറിയും അങ്ങനെ എന്തെങ്കിലും സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അന്നേരം ഇടയ്ക്ക് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ഉള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. സമയം നമ്മൾ പയറ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. വിഷമൊക്കെ അടിച്ച് വരുന്ന പയറായിരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്.
സമയത്ത് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കുഞ്ഞു പാൻ എനിക്ക് ഒരുപാട് സഹായമുള്ള പാനാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് എണ്ണപ്പലഹാരങ്ങൾ, ചെറിയ അളവിലൊക്കെ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും, പപ്പടം പൊള്ളിക്കാനാണെങ്കിലും, കടുക് വറക്കാനാണെങ്കിലും, അത്യാവശ്യം ഇത്തിരി കറിയൊക്കെ ചൂടാക്കാനാണെങ്കിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു പാനാണ്. ഒരുപാട് വർഷങ്ങളായതാണ്. അതിൻ്റെ കോട്ടിംഗ് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. മോൻ രാവിലെ ട്യൂഷന് പോകണം. അപ്പോൾ അവന് രാവിലെ കാപ്പിയൊക്കെ കൊടുത്ത് വിടണം. ഇതിൻ്റെ ഇടയ്ക്ക് പയറും കൂടെ അങ്ങ് ഒടിച്ചെടുക്കുകയാണ്. കുറേ നാളായി പുറത്തുനിന്ന് പയർ മേടിച്ചിട്ട്. നമുക്ക് കുറ്റിപ്പയറുള്ള കാരണം ഇന്നും അതിൽ പയർ കാണും. ഇന്നലെ പയറിങ്ങനെ വാക്കിന് കിട്ടിയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മുടെ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി മാവൊക്കെ ഒഴിച്ചു കൊടുക്കാം. മാവൊഴിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിറയെ ഹോൾസൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത്. മാവ് ഒഴിച്ചു കൊടുത്താൽ ഉടനെ അടച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ അപ്പം റെഡിയായിട്ടുണ്ട്. അപ്പമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പമൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പയറ് കൂടെ അങ്ങ് ഒടിച്ചെടുക്കാം. ഇന്ന് പയറും സവാളയും മാത്രം ഇട്ടാണ് വെക്കുന്നത്. തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല. സാധാരണ ഇവിടെ എല്ലാ മെഴുക്ക് പുരട്ടിക്കും തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുന്നതാണ്. പയറെല്ലാം ഒടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് സവാളയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഈ പയറിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ആവിയിലങ്ങ് വേവിക്കുകയാണ്. അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അടച്ചു വെച്ചാണ് ഞാൻ സാധാരണ തോരനൊക്കെ വേവിക്കാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ചോറ് കൊണ്ടുപോകാനായിട്ട് ഇന്ന് കുറച്ച് മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മാവിലെ മാങ്ങ ദിവസവും കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അപ്പം മാങ്ങാ ചമ്മന്തിയാണ് ഇന്ന് അരയ്ക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പയറൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ആവിയൊക്കെ അടിച്ചിട്ട് വെള്ളം വീണിട്ടുണ്ട് അതിലേക്ക്. ആ വെള്ളത്തിലിരുന്ന് തന്നെ അത് വെന്തോളും. നമ്മുടെ കുറ്റിപ്പയറിൻ്റെ അത്രയും വേവൊന്നുമില്ല. ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വെന്തോട്ടെ. ഇനി നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓംലെറ്റിന് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇന്ന് മുട്ട ഓംലെറ്റും പയറ് മെഴുക്ക് പുരട്ടി, ചമ്മന്തി, തൈര് ഇതൊക്കെയാണ് ചോറിന് കൊടുത്തു വിടുന്നത്. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
പയറ് മെഴുക്ക് പുരട്ടിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മറ്റ് തോരനൊന്നും കഴിക്കില്ലെങ്കിലും പയറ് മെഴുക്ക് പുരട്ടി ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ. അത് മുട്ടയൊക്കെ ഒരു സൈഡ് റെഡിയായി മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി മുട്ട വാങ്ങിയ ആ സ്റ്റൗവിലേക്ക് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് വെക്കാനായിട്ട് വെള്ളം വച്ചിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി റെഡിയായി സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മോർണിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.